ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ഭഗവത്ഗീത മനുഷ്യ ജീവിതത്തെ യഥാർത്ഥ വഴിയിലൂടെ കൊണ്ടുപോയി മാനസികമായി പരിവർത്തനം വരുത്തി ജീവിതത്തിൽ ശക്തിയും കരുത്തും ധൈര്യവും നേടിത്തരാൻ സഹായിക്കുന്ന ഉത്തമ ആത്മീയ ശാസ്ത്രമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ജീവിതത്തിൽ ഭഗവത്ഗീത തരുന്ന ആ പ്രചോദനം അത് ജീവിതത്തിൽ നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടാത്തതാണ്. ഇന്ന് നിങ്ങൾ കൗൺസിലിംഗ് എന്നൊക്കെയുള്ള വാക്കുകൾ കേൾക്കുന്നില്ലേ? കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക, കൗൺസിലിങ്ങിന് പോവുക എന്നൊക്കെ. ഗീത വായിക്കുന്ന, ഗീത മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കൗൺസിലിങ്ങിനും പോകേണ്ടതുമില്ല. മറ്റൊരാളെപ്പോലും കൈപിടിച്ചുയർത്താൻ സാധിക്കും. അതാണ് ഭഗവത്ഗീതയുടെ മാത്രം. കാരണം ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്ന ഒരു ജീവിത മാർഗമുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ദുഃഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ജീവിക്കുന്നുവെങ്കിലും നമ്മുടെ മനസ്സ് യാത്ര ചെയ്യുന്ന വഴി ശരിയാണോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് ശരിയാണ് എന്ന ധാരണയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷെ മനസ്സ് ചിന്തിക്കേണ്ടത് എന്ത്, ചിന്തിക്കാൻ പാടില്ലാത്തത് എന്ത്, അതിനെന്ത് ചിന്തിപ്പിക്കണം, ഈ കാര്യം നമ്മളാരും മനസ്സിലാക്കിയല്ല ജീവിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ളൊരു ചിന്തയേ ഇല്ല. മനുഷ്യൻ അറിയേണ്ടത് അവൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം രൂപപ്പെടുന്നത് നാം എന്ത് ചിന്തിക്കുന്നു അതിനനുസരിച്ചായിരിക്കും. മനുഷ്യൻ എന്നാൽ മനസ്സാണ്. മനസ്സാണ് മനുഷ്യൻ. ആ മനസ്സിൻ്റെ ചിന്തകൾക്കനുസരിച്ചാണ് മനുഷ്യൻ രൂപപ്പെടുന്നത്. അപ്പം ആ മനസ്സ് എന്ത് ചിന്തിക്കണം എന്ന് നമുക്കറിയാതെ പോയാൽ, അത് ദുർബലത ചിന്തിച്ചു പോയാൽ, വിഷമങ്ങളും വേദനകളും ചിന്തിച്ചു പോയാൽ, ആ ജീവിതം ദുരന്തമാവണം, പരാജയമാവണം, ദുഃഖപൂരിതമാവണം. ആ ചിന്തകൾ അങ്ങനെയാണ് അവർ വളർത്തിയെടുത്തത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തകളെ വളർത്തിയെടുക്കാൻ മനുഷ്യന് വഴി കാണിക്കുന്നു ഭഗവത്ഗീത. മനുഷ്യൻ്റെ ഉള്ളിൽ 3 വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ആഗ്രഹിക്കുന്നൊരു വ്യക്തിത്വം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. 2, നമ്മൾ ഇപ്പോഴുള്ള പല പരിമിതികളും ദൗർബല്യങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിറഞ്ഞൊരു വ്യക്തിത്വം. അതിനെ പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ പേഴ്സണാലിറ്റി അഥവാ വാസനാ വ്യക്തി. ഉള്ളിൽ നേരത്തെ തന്നെ നിറച്ചു വെച്ച പല ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ട, സ്വഭാവങ്ങളാൽ, ശീലങ്ങളാൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടൊരു വ്യക്തിത്വം. 3ാമത്തത്, നാം ആഗ്രഹിക്കുന്ന പോലെ തന്നെ കൂടുതൽ കരുത്തും ശക്തിയും ധൈര്യവുമുള്ള നമ്മളിലൊരു വികസിത വ്യക്തി, ഒരു എക്സ്പാൻഡഡ് പേഴ്സണാലിറ്റി, ഒരു കുറച്ചുകൂടി റിഫൈൻഡ് പേഴ്സണാലിറ്റി. ഈ വ്യക്തിത്വം നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും. അപ്പം എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ പല പരിമിതികളും പ്രശ്നങ്ങളും ഉള്ളതിന് കാരണം നമ്മൾ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്നലെ വരെ നിങ്ങൾ ദുഃഖിയായിരിക്കാം, ഇന്നലെ വരെ നിങ്ങൾ പരാജിതരായിരിക്കാം, ഇന്നലെ വരെ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കൂടുതൽ കരുത്തിൻ്റെ, ശക്തിയുടെ ഒരു മാർഗം കാണിച്ചു തരികയാണെങ്കിൽ അതിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ആ മാർഗത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പം അങ്ങനെയൊരു മാർഗത്തെ ഗീത കാണിച്ചു തരികയാണ്. ഇന്നലെ വരെ യാത്ര ചെയ്ത, അല്ലെങ്കിൽ ഇന്നലെ വരെ ചിന്തിച്ചു കൂട്ടിയ, ഇന്നലെ വരെയുള്ള മാനസികാവസ്ഥയിൽ തുടരരുത്. ഇനി പുതിയൊരു വ്യക്തിത്വം നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. അതാണ് മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. ഒരാളും അവരുടെ വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ പഴയ സ്വഭാവത്തിൽ പരിമിതരായി, ദുർബലരായി, അവശരായി, അസ്വസ്ഥരായി ഇരിക്കുന്ന കാര്യമില്ല. അവർക്കതിൽ നിന്നും പുറത്ത് കടക്കാൻ, അതിൽ നിന്നും അവരെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്ന് ഉറപ്പു തരുന്നു ഭഗവാൻ. ഈ മാറ്റത്തിന് നമ്മൾ തയ്യാറാണോ എന്നതാണ് ഇവിടുത്തെ അടിവരയിട്ടുള്ള ചോദ്യം.
ആർ യു റെഡി ഫോർ എ ട്രാൻസ്ഫോർമേഷൻ? അങ്ങനെ നമ്മളിൽ ആരെങ്കിലും ഈ ട്രാൻസ്ഫോർമേഷന് തയ്യാറാണെങ്കിൽ അവർക്കുള്ളതാണ് ഗീത. അതുകൊണ്ട് അതിന് ജാതി മതത്തിൻ്റെ എന്താ പറയുക, പരിമിതികളൊന്നുമില്ല. അത് ജാതി മതത്തിനൊക്കെ അതീതമായി മനുഷ്യ മനസ്സിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പം ഏതൊരു വ്യക്തിക്കും അങ്ങനെ മനസ്സിനെ ആണാവട്ടെ പെണ്ണാവട്ടെ പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കും എന്ന് ഗീത ഉറപ്പ് തരുന്നു. രണ്ട് കാര്യമേ വേണ്ടോ. ഒന്ന് നമ്മുടെ തയ്യാറാവൽ, ആർ യു റെഡി, കൃത്യനിഷ്ഠ. രണ്ടാമത് അതിനു വേണ്ടിയുള്ള അനസ്യൂതമായ നിരന്തരമായ പ്രയത്നം. ഈ രണ്ട് കാര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ നാം കണ്ടതിൽ നിന്നും അപ്പുറത്ത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ കൂടുതൽ ആത്മബലമുള്ള, ആത്മശക്തിയുള്ള, ആത്മധൈര്യമുള്ള ഒരു വ്യക്തിത്വത്തെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും. അപ്പം അതിലേക്കാണ് കൃഷ്ണൻ നമ്മളെ നയിക്കുന്നത്. അതുതന്നെയാണ് ഗീതയുടെ സന്ദേശം. നമ്മളെ കൂടുതൽ ആത്മബലമുള്ള, ശക്തിയുള്ള വ്യക്തികളാക്കി മാറ്റുക. എന്താണ് ഭഗവത്ഗീത എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുക, ആത്മബലമുള്ള വ്യക്തികളായി നമ്മളെ രൂപപ്പെടുത്താൻ, പരിണാമപ്പെടുത്താൻ പരിശീലിപ്പിക്കുന്ന, വഴി കാണിക്കുന്ന ശാസ്ത്രമാണ്, ജീവിതശാസ്ത്രമാണ് ഭഗവത്ഗീത. നോക്കൂ, അത്രയും നമ്മുടെ ജീവിതത്തെയാണ് ഗീത മാറ്റിമറിക്കുന്നത്. അതുകൊണ്ടാണ് ഗീത പഠിക്കണം, ഗീത ഉൾക്കൊള്ളണം, ഗീത മനസ്സിലാക്കണം എന്ന് നമ്മൾ ആവർത്തിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ ഗീതയിലൂടെ കാണിച്ചു തരുന്ന ആ വഴികളെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. നമ്മൾ എത്തി നിൽക്കുന്നത് 4-ാം അധ്യായത്തിൽ 21-ാം ശ്ലോകത്തിലാണ്. നമുക്ക് ആ ശ്ലോകം ഒന്ന് വായിക്കാം. നിരാശീയത ചിത്താത്മാ തെക്ത സർവപരിഗ്രഹാം ശാരീരം കേവലം കർമ്മ കുറുവന്നാപ്നോതി കിൽബിഷം. നിരാശി എന്ന വാക്കിൻ്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടു. നിരാശയുള്ളവരായി തീരല്ല, മറിച്ചൊരു കാര്യത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ, അതാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നാം ആ ഒരു കാര്യത്തെക്കുറിച്ച് അസ്വസ്ഥരാകേണ്ടതില്ല. അതുപോലെ മുൻപുണ്ടായ പല വിഷമാവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടൊരു കർമ്മം ചെയ്യാൻ പാടില്ല. ഇതാണ് പലർക്കും ജീവിതത്തിൽ താളം തെറ്റലുണ്ടാവുന്നത്. ജോലി സ്ഥലത്തുണ്ടായ അല്ലെങ്കിൽ ഓഫീസിലെ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലേക്ക് അവരുടെ മനസ്സേറ്റിക്കൊണ്ടുവന്ന് അവിടുത്തെ ശാന്തമായ, സമാധാനമുള്ള, സന്തോഷമുള്ള അന്തരീക്ഷത്തിൻ്റെ താളം തെറ്റിക്കുന്നു. ഒരിടത്ത് കഴിഞ്ഞത് അവിടെ വിടാൻ പറ്റുന്നില്ല. തൻ്റെ കർമ്മമേഖലയിൽ, തൻ്റെ പ്രവർത്തന മേഖലയിൽ പൂർണ്ണമായ ആത്മാർത്ഥതയും അർപ്പണവും കൊണ്ടുവന്നാൽ മാത്രമേ താൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയാവുള്ളൂ. അപ്പം അതിന് മനസ്സിന് ശാന്തത വേണം, മനസ്സിന് വളരെ സ്വസ്ഥത വേണം. ഒരു ക്രിയേറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത് ശാന്ത മനസ്സാണ്. ഡിസ്റ്റർബ്ഡ് മൈൻഡുകളൊന്നും ആക്ച്വലി കർമ്മം ചെയ്യാൻ യോഗ്യരല്ല. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ശ്രേഷ്ഠമാവില്ല. അതുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നൊരു എൻവയറമെൻറ്റ് വേണം. അപ്പം അതാണ് കൃഷ്ണൻ പറയുന്നത്, നിരാശി, ഒരു തരത്തിലുമുള്ള വ്യഥകളുമില്ലാതെ, വിഷമങ്ങളുമില്ലാതെ, അസ്വസ്ഥതകളില്ലാതെ, ആലോചനകളില്ലാതെ നിങ്ങളുടെ കർമ്മമേഖലയിൽ മുഴുകൂ. സർവപരിഗ്രഹ. എല്ലാം മനസ്സിൽ എന്തൊക്കെ നിങ്ങൾ ഗ്രഹിച്ചു വെച്ചിട്ടുണ്ടോ അതൊക്കെ അങ്ങോട്ട് വിട്ടേക്കുക. ഇതൊക്കെ ഈ മുൻവിധികൾ എന്ന് പറയും പലതും. ഇപ്പം മുൻവിധികളില്ലാതെ പല കാര്യങ്ങളിലും നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുമ്പോണ്ടല്ലോ, കൂടുതൽ കാര്യങ്ങളെ നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് എനിക്ക് ചെറുപ്പക്കാരായുള്ള കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ പല കാര്യങ്ങൾ പഠിച്ച് നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ പല അറിവുണ്ടായിരിക്കും പലതിനെക്കുറിച്ച്. അങ്ങനെയുള്ള നിങ്ങൾക്ക് പലപ്പോഴും പലതും വേണ്ട രീതിയിൽ പഠിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം, മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം നിങ്ങൾ മുൻവിധികൾ വെച്ചുകൊണ്ടാണ്. പണ്ടൊരു തബല ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ ബോർഡ് വെച്ചു, ഫ്രഷ് കാൻഡിഡേറ്റ് ആണെങ്കിൽ മാസം 500 രൂപ തബല പഠിക്കുന്നതിന്, മ്യൂസിക്. മുൻപ് പഠിച്ചവരാണെങ്കിൽ ഫീസ് 1000 രൂപ. അതെന്താ ഫീസ് അത്ര
എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഫ്രഷായിട്ടുള്ള ആളുകൾക്ക് മുൻവിധിയില്ല. അവരെന്താണോ പറഞ്ഞാൽ ആ താളത്തിൽ മുട്ടിക്കോളും. എന്നാൽ ഈ നേരത്തെ പഠിച്ചു വന്നവർ പറഞ്ഞതൊന്നും കേൾക്കില്ല എന്ന് മാത്രമല്ല, അവർ തോന്നിയതുപോലെ മുട്ടുകയും ചെയ്യും. അവർ ഇൻസ്ട്രുമെൻ്റ് കേടുവരുത്തും. അതുകൊണ്ട് അവർക്ക് 1000 രൂപ. ഇതുപോലെയാണ് മനുഷ്യൻ. അപ്പം അതുകൊണ്ട് മുൻവിധികളില്ലാതെ ജീവിക്കുക, മുൻവിധികളെ വിട്ടേക്കുക. എനിക്ക് പലതും അറിയാം, ആ അഹങ്കാരമുണ്ടല്ലോ, അതാണ് പലരെയും ജീവിതത്തിൽ വളരെ വലിയ നിരാശയിലേക്ക് എത്തിക്കുന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്തതൊരു ദുഃഖമാണെങ്കിൽ ഞാൻ വിദ്യാഭ്യാസ സമ്പന്നനാണെന്ന അഹങ്കാരം അതിലേറെ ദുഃഖത്തിലേക്ക് നയിക്കും. ഈശാവാസ്യ ഉപനിഷത്തിൽ പറയത്, അന്തന്തമപ്രവിശ്യന്തീയേ അവിദ്യാമുപാസതേ, എന്നാൽ യൗ വിദ്യാമുപാസതേ തഥാ ഭൂയതമഹ എന്നാണ്. കൊട്ടികൂടി ഇരുട്ടിലേക്കായിരിക്കും അവർ പോകുന്നത്. കാരണം അവൻ്റെ അഹങ്കാരം, അവൻ്റെ ധാർഷ്ട്യം, അവൻ്റെ തെറ്റായൊരു ദുരഭിമാനം അവരെ വഴിതെറ്റിക്കും. അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കർമ്മമേഖലയിൽ ഇരിക്കുമ്പോൾ മുൻവിധികളൊന്നുമില്ലാതിരിക്കുക. ഈ പറയുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. ഈ മുൻവിധികളെന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവം അവിടെ സമർപ്പിക്കണം. ഒന്നും അറിയാത്ത ഭാവത്തിൽ ഒരു കുട്ടിയെപ്പോലെ നമ്മൾ ഗ്രഹിക്കാൻ തയ്യാറാവുമ്പോൾ പുതിയത് പലതും പഠിച്ചെടുക്കാം. എല്ലാം അറിയും എന്നുള്ളവർക്ക് വേണ്ടത് പഠിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവരെ മറ്റുള്ളവർ മാറ്റിയിരിക്കുകയും ചെയ്യും. ഇന്ന് വിദ്യാഭ്യാസമുള്ളവരിൽ നല്ലൊരു ശതമാനം ദുരിതം അനുഭവിക്കുന്നതിന് കാരണം അവരുടെ ഈഗോ പ്രശ്നങ്ങളാണ്. എനിക്കെല്ലാം അറിയാമെന്നുള്ള ധാർഷ്ട്യം. ഭരണകർത്താക്കൾക്ക് പോലും ആ ധാർഷ്ട്യം വരുമ്പോൾ, ഞങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ എല്ലാം തേഞ്ഞ ഭരണാധികാരിയാണെന്ന് വയ്ക്കുമ്പോണ്ടല്ലോ, പഠിക്കേണ്ടവരിൽ നിന്ന് പഠിക്കാതെ പോകുമ്പോൾ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതെ പോകുമ്പോൾ, അവസാനം അത്തരം രാഷ്ട്രീയ ആശയങ്ങൾ പോലും ആ ഒരു രാജ്യത്തിൽ നിന്ന് കെട്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് പല രാഷ്ട്രീയ ആശയങ്ങളും നശിക്കുന്നു? കാരണം ഭരണകർത്താക്കളുടെ ധാർഷ്ട്യം. എല്ലാം അറിയാം, എന്നാൽ അവർക്കൊന്നും അറിയില്ല എന്നത് അവരുടെ ഭരണത്തിൻ്റെ കാലശേഷം നിങ്ങൾക്ക് കാണാം. നിങ്ങൾ പല രാജ്യങ്ങളിലേക്ക് നോക്കൂ, പല സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ, ഭരണാധികാരികളെ ആളുകൾ ഓർക്കുന്നു പോലുമില്ല. കാരണം ഭരണാധികാരികളുടെ ധാർഷ്ട്യം കൊണ്ടുള്ള ഭരണം കൊണ്ട് വാസ്തവത്തിൽ ജനങ്ങളുടെ ഇടയിൽ മാറ്റങ്ങളുണ്ടായില്ല. അവർ വിചാരിച്ച കേവലം ഭൗതിക മാറ്റങ്ങളാണ് മാറ്റം എന്നുള്ളതാണ്. മനുഷ്യരുടെ ഇടയിൽ ആത്മീയമായ വൈകാരികമായ ബന്ധങ്ങൾക്ക് വാല്യൂ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ മുൻവിധികളില്ലാതെ ജീവിക്കുക. രാമായണത്തിൽ നിങ്ങൾക്ക് കാണാം, മഹാഭാരതത്തിലും ഇത്തരം ഘട്ട സന്ദർഭങ്ങൾ കാണാം. ദശരഥ മഹാരാജാവിനെ സംബന്ധിച്ച് അദ്ദേഹം രാമൻ്റെ പട്ടാഭിഷേകം അനൗൺസ് ചെയ്യുമ്പോൾ കൈകേയി ദേവിയെയും അതുപോലെ സുമിത്രാദേവിയെയും കൗസല്യദേവിയൊക്കെ ഒന്ന് കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തി അങ്ങോട്ട് ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ ഈ കാര്യം അദ്ദേഹം എവിടെയൊക്കെയോ ഒളിപ്പിച്ചു വെക്കേണ്ടി വന്നു. കാരണം ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെ അലട്ടുന്നുണ്ടായിരുന്നു. ഈ മറച്ചു വെച്ചതാണ് പിന്നീട് മന്ധര വളരെ ദുർവ്യാഖ്യാനം ചെയ്ത് കൈകേയിയുടെ തല മാറ്റിയെടുത്തത്. ഒരുപക്ഷെ ദശരഥ മഹാരാജാവ് കൈകേയി ദേവിയോടും സുമിത്രാദേവിയോടും കൗസല്യാദേവിയോടും ഒരുമിച്ച് ഈ വിഷയം ചർച്ച ചെയ്തിട്ട് രാമനെ പട്ടാഭിഷേകം ചെയ്ത് യുവരാജാവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് രാജ്ഞിമാരെ? നിങ്ങൾ പറയുന്ന പോലെ ഞാൻ അതുപോലെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കൈകേയി മാതാവ് തന്നെ പറയുമായിരുന്നു രാമനെ പട്ടാഭിഷേകം ചെയ്ത് ചക്രവർത്തിയാക്കണമെന്ന്. ഒരുപക്ഷെ രാമായണം അങ്ങനെയാണെങ്കിൽ ഉണ്ടാവില്ല, കഥ തന്നെ ഉണ്ടാവില്ല. പക്ഷേ നാം ഇവിടെ നോക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഏത് സംഘടനകളായാലും ഏത് ഓർഗനൈസേഷനായാലും ഒരു തുറന്ന ചർച്ച, ഒരു തുറന്ന സമീപനം, മറ്റുള്ളവരുടെ കൂടെ അറിവിനെ മനസ്സിലാക്കിക്കൊണ്ട് സജഷൻസ് എടുത്തുകൊണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് പുരോഗതിയും എല്ലാം മാറ്റങ്ങളും ഉണ്ടാകുന്നത്. ഏകാധിപത്യം എപ്പോഴും അപകടത്തിലേക്കാണ്. പണ്ടത്തെ ഏകാധിപതികളൊക്കെ അങ്ങനെയാണ് ഒരു രാഷ്ട്രത്തെ നശിപ്പിച്ചത്. ഇപ്പം ചൈനയൊക്കെ ആ വക്കിലാണ്. കാരണം അവർക്ക് ഭൗതികമായി പല ഉന്നതികളുണ്ടെങ്കിലും ജനങ്ങളുടെ ഹൃദയം സർക്കാരിൻ്റെ കൂടെയല്ല. അത് ബാഹ്യമായിട്ടുള്ളൊരു തോന്നൽ മാത്രമാണ്. നിങ്ങൾ ചൈനയിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ആ ഏകാധിപത്യത്തിന്, ഏത് രാജ്യത്തിലായാലും, ചൈന എന്നല്ല ഏത് രാജ്യത്തിനും എപ്പോഴും ഏകാധിപതികൾക്കെതിരാണ് ഏത് സമൂഹവും.
അപ്പം അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മൾ ഒരിക്കലും എല്ലാം തികഞ്ഞവരാണ്, അറിഞ്ഞവരാണെന്നുള്ള ധാർഷ്ട്യമുണ്ടാകരുത്. അത് നമ്മുടെ വിനാശത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് തെക്ത സർവപരിഗ്രഹ. ഇവിടെ എല്ലാം കയ്യിലുള്ളതൊക്കെ കളയണം എന്നല്ല, മനസ്സിലിരിപ്പ് കളയണം എന്നാണ് പറയുന്നത്. മനസ്സിലെ ചില ദുഷ്ടവിചാരങ്ങൾ എടുത്ത് കളഞ്ഞാൽ മതി. സ്വാർത്ഥ വിചാരങ്ങൾ, അഹങ്കാര ചിന്തകൾ, അത് കളഞ്ഞ് വിനയസമ്പന്നനാവുക. പുതിയത് പഠിക്കണം, പുതിയത് മനസ്സിലാക്കണം, പുതിയത് കൂടുതൽ അറിയണം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം. ആ ശ്രവണശക്തി, മനസ്സിലാക്കാനുള്ള ശക്തി, ഈ തരത്തിലുള്ളൊരു മനോഭാവം മനുഷ്യർക്കുണ്ടെങ്കിൽ ശരീരം കേവലം കർമ്മ, ഈ ശരീരം അത് വളരെ സ്വസ്ഥ മനസ്സോടുകൂടി റിലാക്സ് ചെയ്ത് കർമ്മം ചെയ്യും. കുറുവന്നാപ്നോതി കിൽബിഷം, അങ്ങനെയുള്ളവർക്ക് കിൽബിഷം ന ആപ്നോതി. കിൽബിഷം എന്ന് പറഞ്ഞാൽ ദുഃഖം, ദുരിതം, ദുരന്തങ്ങൾ ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ കൃഷ്ണൻ ഈ പഠിപ്പിക്കുന്നുണ്ടല്ലോ, വേൾഡ് ക്ലാസ് സയൻസാണ്. ഇന്ന് നമ്മൾ ഈ ഒരു ശ്ലോകത്തെ വെച്ച് മെഡിക്കൽ സയൻസുമായി ഒന്ന് കണക്ട് ചെയ്താൽ എന്തുകൊണ്ട് പല അനാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സെത്രമാത്രം റിജിഡാണോ, മനസ്സെത്രമാത്രം റെസ്റ്റ്ലെസ് ആണോ, മനസ്സെത്രമാത്രം വളരെയധികം എന്താ പറയുക റിജിഡായിട്ടുള്ള അറ്റമെൻ്റായിട്ടുള്ള ആളുകൾക്ക് ശാരീരികമായ പ്രവൃത്തി പോലും വളരെ ബലം പിടിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അവരുടെ ശരീരവും മനസ്സും സ്വസ്ഥമല്ല. ഇപ്പം ശരീരവും മനസ്സും സ്വസ്ഥമാകുന്നിടത്താണ് ആരോഗ്യമുള്ള ജീവിതം. മനസ്സ് സ്വസ്ഥമാകുമ്പോൾ ശരീരം ഓട്ടോമാറ്റിക്കലി സ്വസ്ഥമാകും. മനസ്സിൽ 100,000 വിചാരങ്ങളും വിഷമങ്ങളുമായിട്ട് ജീവിക്കുന്നവർക്ക്, മനസ്സ് സ്വസ്ഥമല്ലാത്തവർക്കൊരിക്കലും ശരീരം സ്വസ്ഥമല്ല. അങ്ങനെയുള്ളവർക്കാണ് പല ശാരീരികമായ BP-യും ടെൻഷൻ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ടെൻഷൻ കാരണമുണ്ടാകുന്ന അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ, ഒന്നിൽ നിന്നൊന്നിലേക്ക് അവരുടെ ജീവിതം ദുഃഖത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയണു, നിങ്ങൾ വളരെ സ്വസ്ഥചിത്തരായിട്ട്, ശാന്തചിത്തരായിട്ട്, ശാരീരികമായി വളരെ വിശ്രാന്തിയിൽ, സ്വസ്ഥതയിൽ റിലാക്സ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളിൽ വ്യാപരിക്കുമ്പോൾ, ആ കർമ്മം പോലൊരു ധ്യാനമാണ്. എത്രമാത്രം നമ്മളതിൽ മുഴുകി, എത്രമാത്രം അതിൽ ഇൻവോൾവ് ചെയ്ത് അത് ആസ്വദിച്ച് ചെയ്യുന്നുണ്ടോ, അതൊരു ധ്യാനമാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ണടച്ച് നിവർന്നിരിക്കുക എന്നല്ല. ധ്യാനം എന്നാൽ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യലാണ്, മുഴുകി തീരലാണ്, അലിഞ്ഞു ചേരലാണ്. നാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞ പോലെ ആഴണം വാഴണം നിൻ മഹസാമാടി, ആഴ്ന്നിറങ്ങലാണ്. അപ്പം അപ്രകാരം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണമെങ്കിൽ അത് എളുപ്പമല്ല. അതിനാണ് നമ്മൾ ചില കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും നിരന്തരം പരിശീലിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ അഹന്തയെടുത്ത് കളയുക, നിങ്ങളുടെ എല്ലാ സ്വാർത്ഥ വിചാരവും, നിങ്ങളുടെ വളരെ സ്റ്റബേണായിട്ടുള്ള സ്വഭാവം എടുത്ത് കളയുക എന്നൊക്കെ പറയാൻ എളുപ്പമാണെങ്കിലും സാധനകൾ അനുഷ്ഠിച്ചിട്ടില്ല എങ്കിൽ മനസ്സിനെ പരിവർത്തനം വരുത്താൻ എളുപ്പമല്ല. അപ്പം കൃത്യനിഷ്ഠമായ ചില അനുഷ്ഠാനങ്ങൾ ജപത്തിൽ മുഴുകിക്കൊണ്ട് ഓങ്കാര സാധന, ജപസാധന തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിനെ കൊണ്ട് എടുപ്പിച്ച് നിരന്തരം മനസ്സിനെ അതിലൂടെ കൊണ്ടുപോയി അങ്ങനെ മനസ്സും അതിൻ്റെ ചിന്തകളും നമ്മൾ പറയുന്ന രൂപത്തിലാക്കുക. ഇപ്പോൾ മനസ്സതിൻ്റെ പഴയ സ്വഭാവത്തിൽ ചിന്തിക്കുകയാണ്, നമ്മൾ പറയുന്ന അല്ല ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിലേക്ക് മുഴുകാൻ മനസ്സിനോട് പറഞ്ഞാൽ മനസ്സ് പഴയതെന്തോ ചിന്തിച്ച് ആവലാതിയും വേവലാതിയും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കൊള്ളാത്തവരായി മാറുന്നത്. അപ്പം അതുകൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തുക, അതാണ് കൃഷ്ണൻ ആവർത്തിച്ച് നമ്മളെ ഓർപ്പിക്കുന്നത്. ഈ മനസ്സിനെ പാകപ്പെടുത്താൻ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഇല്ലാതെ ഒരിക്കലും സാധ്യമാണെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. ഇപ്പോൾ വെറുതെ ഗീത വായിച്ചതുകൊണ്ട് നമുക്ക് പരിവർത്തനം ഉണ്ടാവില്ല. ഗീത മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൃത്യമായി നമ്മൾ കൊണ്ടുവരണം. അപ്പം ക്രമേണ നമ്മുടെ വ്യക്തിത്വത്തിൽ അത് കാണാം. നമുക്ക് ആസ്വാദനം ജീവിതത്തിൽ കൂടി വരുന്നത് കാണാം.
കുറേ കൂടി നമ്മൾക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ നമുക്ക് കണ്ടെത്താം. എന്ന് മാത്രമല്ല, പല മുൻവിധികളും നമുക്ക് മാറ്റിവെക്കാനുള്ള കഴിവുണ്ടാവും. ഈ തരത്തിൽ നമ്മുടെ മനസ്സിൽ പല പരിവർത്തനങ്ങൾ, ഈ വിധത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള പരിവർത്തനങ്ങളെ നമുക്ക് വളരെയധികം കൊണ്ടുവരാൻ ഗീത ഒരു വലിയ സഹായമാകുന്നു എന്നതിൽ ഒരു സംശയം വേണ്ട. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്ന ഈ കാര്യം, നിരാശയതജിത്താത്മാ തെക്ത സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുറുവന്നാപ്നോതികിൽ വിഷം. മനസ്സിൽ വിഷമങ്ങൾ അലട്ടുന്നില്ല എങ്കിൽ, മനസ്സിൽ കുറ്റബോധങ്ങൾ അലട്ടുന്നില്ല എങ്കിൽ, ശരീരവും മനസ്സും സ്വസ്ഥമാണെങ്കിൽ ആ ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം. നിങ്ങൾ ഏത് കർമ്മമേഖലയിലിരിക്കട്ടെ, പക്ഷെ ആർ യു റിയലി എൻജോയിങ് ദ വർക്ക്? ആർ യു റിയലി ഡൂയിങ് വർക്ക് വിത്ത് എ റിലാക്സ്ഡ് മൈൻഡ് ആൻഡ് ബോഡി? എങ്കിൽ യു ആർ ദ ഗ്രേറ്റ്. നിങ്ങളാണ് സർവശ്രേഷ്ഠന്മാർ. കാരണം അങ്ങനെയുള്ളൊരു മനസ്സ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായൊരു കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അതിന് നിരന്തരമായ സാധന ആവശ്യമുണ്ട്. നിരന്തരമായ സാധന. ഈ സാധനയിലാണ് എപ്രകാരമാണോ ഒരു പൂമ്പാറ്റയായിട്ട് മാറുന്നത്, എപ്രകാരമാണോ ഒരു മുട്ട് പൂവായി വിടരുന്നത്, എപ്രകാരമാണോ ഒരു കല്ലിൽ നിന്നും ഒരു ശ്രേഷ്ഠമായ ശില്പം നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്നത്, അതുപോലൊരു പരിവർത്തനം നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു വ്യക്തികൾക്ക് ദുഃഖവും ദുരിതവും വളരെ എളുപ്പത്തിൽ പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കും. തുടർന്ന് കൃഷ്ണൻ പറയുന്നു, അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. 22-ാം ശ്ലോകം. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരം സമസിദ്ധാവസിദ്ധോ ച കൃത്വാഭിന നിബധ്യതേ. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരം സമസിദ്ധാവസിദ്ധോ ച കൃത്വാഭിന നിബധ്യതേ. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര സമസിദ്ധാവസിദ്ധോ ച കൃത്വാഭി ന നിബധ്യതേ. അതിഗംഭീരമാണ് കേട്ടോ കൃഷ്ണൻ പറയുന്നത്. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുക എന്നത് ഈ ജന്മത്തിൽ കിട്ടാവുന്ന വലിയ അനുഗ്രഹമായിരിക്കും. ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അല്ലാതെ നമ്മളിതിൻ്റെ സ്ഥൂലാർത്ഥമെടുത്ത അപകടം. എതിർച്ചാലാഭസന്തുഷ്ടോ, ഒന്നാമത്തെ വാക്ക്, കിട്ടുന്നതുകൊണ്ടൊക്കെ തൃപ്തിപ്പെടണമെന്ന്. അതിപ്പോൾ ആരാ തൃപ്തിപ്പെടുക? എല്ലാവരുടെയും മനസ്സിൽ അവർക്കൊരു ഫ്രെയിം ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് ഇത്ര കിട്ടണം എന്നുള്ളത്. ഇന്നൊരു ബിസിനസ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഇന്നെല്ലാം അങ്ങനെയുള്ളൊരു ലോകമായിപ്പോയി. ഇപ്പം നിങ്ങൾ ഏതൊരു ജോലിക്കാരനെ വെച്ചാൽ ആ ജോലിക്കാരൻ ആദ്യമേ പറയും എനിക്ക് ഇത്ര കൂലിയാണ്. ഇപ്പം നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇറക്കുകയാണെങ്കിൽ അതിന് ഇത്ര രൂപ കിട്ടണം, നിങ്ങൾക്കൊരു ഡിമാൻഡുണ്ട്. ആ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ കോമ്പറ്റീവായിട്ടുള്ള, വളരെ കമ്പാരിറ്റീവായിട്ടൊരു വേൾഡിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് കൃഷ്ണൻ പറയുന്നു എതിർച്ഛാലാഭസന്തുഷ്ടോ. ഇപ്പം എന്താ എതിർച്ഛാലാഭസന്തോഷം? എതിർച്ച എന്ന് പറഞ്ഞാൽ എതിർച്ച എന്ത് വരുന്നോ അതിൽ സന്തുഷ്ടനായി തീരുക. അതായത് കിട്ടിയതുകൊണ്ട് തൃപ്തനായി തീരുക. കിട്ടിയതുകൊണ്ട് തൃപ്തരാവുക എളുപ്പമാണോ? അതും ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു സദ്യയ്ക്ക് പോകുന്നു. ആ സ്ഥലത്ത് നിങ്ങൾക്ക് വെറും സാമ്പാറും ഒരു മോരും തരുന്നു, ബാക്കിയുള്ളവർക്ക് ഇലയിലെല്ലാം വിളമ്പണോ, നിങ്ങൾ സന്തുഷ്ടരാകുമോ? ആര് സന്തുഷ്ടരാകും? അടുത്ത ഇലയിലേക്ക് നോക്കി നിങ്ങൾ പ്രാഗി കഴിക്കും. കാരണം നിങ്ങൾക്ക് കിട്ടാത്ത സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടിയിരിക്കണം. അത് മനുഷ്യൻ്റെ സഹജമായ സ്വഭാവമാണ്, കമ്പാരിസൺ. അപ്പം ഇന്നത്തെ ഈ വേൾഡിൽ നമ്മൾ ഒരു കമ്പാരിറ്റീവായിട്ടുള്ളൊരു വേൾഡിൽ, കമ്പാരിസൺ നടത്തുന്ന വേൾഡിൽ നമ്മളെപ്പോഴും നമുക്കെന്ത് കിട്ടണം, എന്ത് കിട്ടിയിരിക്കണം എന്നതിനെക്കുറിച്ച് എപ്പോഴും ഒരു ധാരണയുള്ളവരാണ്, ചിന്തയുള്ളവരാണ്, ആഗ്രഹമുള്ളവരാണ്. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ എതിർച്ചാലാഭസന്തുഷ്ട എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അപ്പം മനസ്സിലാക്കേണ്ടത്, കൃഷ്ണൻ വാസ്തവത്തിൽ പറയുന്നത് നിങ്ങൾ എന്ത് വാങ്ങിക്കുന്നു, എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ജീവിതം സന്തോഷമായി തീരണമോ, ജീവിതം വളരെ ആഹ്ലാദമായി തീരണോ, ആനന്ദമായി തീരണോ, അതിന് വേണ്ടത് എതിർച്ഛാലാഭസന്തുഷ്ടോ ഇത് പരിശീലിച്ചെടുക്കണം എന്നാണ്.
എന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആനന്ദം, സന്തോഷം, സുഖം, നിർവൃതി, സംതൃപ്തി ഇതിനൊരിക്കലും ഭംഗം വരില്ല. അപ്പം എന്താ ഈ എതിർച്ചാലാപസന്തുഷ്ട എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? കൃഷ്ണൻ എന്താണ് പറഞ്ഞു തരാൻ പോകുന്നത്? കിട്ടിയത് കൊണ്ട് സംതൃപ്തരാവൂ എന്ന അല്ലല്ലോ അർത്ഥം. അങ്ങനെയാണെങ്കിൽ കിട്ടിയത് കൊണ്ട് സംതൃപ്തരാവില്ല ആരും. പ്രതിഷേധിച്ചുകൊണ്ടിരിക്കും, പ്രതികരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങളൊരാളെ കൂലിക്ക് പണിക്ക് വിളിച്ചിട്ട് അയാൾക്ക് കൊടുത്തിട്ട് പറയാം എതിർച്ചാലാപസന്തുഷ്ടം എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചോളൂ എന്ന്. അവർ പ്രതികരിക്കും, കാരണം അവർ പ്രതീക്ഷിച്ചല്ല നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹരി ഓം, പ്രണാം. വേദവ്യാസ കവിത